ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലുള്ള പഴയ പുതിയ വീട്ടിൻ്റെ ബാക്കിൽ അതിൻ്റെ ചുമരുമ്പോൾ എന്തോ ഒരു പറ്റി. അപ്പോൾ അവിടെ പണിയെടുക്കണം. അപ്പോൾ നമ്മളോട് മാറാൻ പറഞ്ഞിട്ട് ഇവിടെ റൂമൊക്കെ നമുക്ക് അടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പഴയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 4 ദിവസം ഇവിടെ താമസിക്കണം. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇന്ന് നമ്മുടെ സിറ്റിയിലേക്ക് റൊണാൾഡോ വരുന്നുണ്ട്. അപ്പോൾ കളിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സ്റ്റേഡിയത്തിൻ്റെ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല. റൊണാൾഡോ വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കളിക്കുകയും ചെയ്യും. റൊണാൾഡോനെ കൊണ്ടുവരാൻ ഇപ്പോൾ ഇനി കാറിൽ പോകണം. നമ്മൾ ഈ ഓടി കാറിലാണ് ഞാൻ പോകുന്നത്. ഇത് ഞാൻ ഇന്നലെ മേടിച്ചതാണ്. എങ്ങനെയുണ്ട് നമുക്കറിയാമല്ലോ. ഇത് ഗോസ്റ്റൊക്കെ വന്നു. അതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ആദ്യം. അപ്പോൾ നമ്മൾ ഈ ഓടി കാറെടുത്ത് പോവാണ്. അങ്ങനെയുണ്ട് ഗൈസ്. പുതിയ കാറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇത് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം നേരെ. ഇങ്ങനെ പോകണ്ട, ബാക്കിൽ കൂടെ പോവാം. ഇതാകുമ്പോൾ സിമ്പിളായി പോവാം. അപ്പോൾ നമുക്ക് നേരെ ബാക്കിൽ കൂടെ വേഗം പോവാം. സമയമല്ല, റൊണാൾഡോനെ കൊണ്ടുവരാൻ പോകണം. എന്നിട്ട് വേറെ കാര്യം നോക്കാണ്ട് ഫുട്ബോൾ സ്റ്റേഡിയം നമുക്ക് വല്ല വഴി നോക്കാണ്ട് അതിൻ്റെ വഴി. നമുക്ക് വേഗം വണ്ടി ഒന്ന് ഇറക്കാം. നമുക്ക് ഇറക്കാം. ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വഴി നോക്കാണ്ട് വണ്ടി ഇറങ്ങില്ലല്ലോ ഗൈസ്. ഞാൻ വണ്ടി അങ്ങനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് റൊണാൾഡോനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം. ഓടി കാറിൽ നമുക്ക് വേഗം പോവാം. സമയമില്ല കേട്ടോ. നമുക്ക് വേറെയും കാര്യം ചെയ്യാണ്ട്. നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യാം ഗൈസ്. വേഗം എയർപോർട്ടിൽ പോവാനിട്ട് റൊണാൾഡോനെ നമുക്ക് നമ്മുടെ വീട്ടിൽ റൊണാൾഡോനെ ആക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യം നോക്കാൻ പോവാം. അപ്പോൾ ഇന്ന് കളിക്കുന്നുണ്ട് നമ്മൾ റൊണാൾഡോയുടെ കൂടെ. അപ്പോൾ ചെറിയൊരു കളി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റൊണാൾഡോനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം ഗൈസ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ റൊണാൾഡോ വരും. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ റൊണാൾഡോ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഹലോ റൊണാൾഡോ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പോണു. ഓരോ ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നു. നമ്മുടെ സിറ്റിയൊക്കെ സൂപ്പറാണ്. റൊണാൾഡോ ഭായ്, ഇതൊക്കെയാണ് നമ്മുടെ സിറ്റി കേട്ടോ. ഒരു ചെറിയ സിറ്റിയാണ്. ഇതാണ് നമ്മുടെ സിറ്റി. അങ്ങനെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതേപോലെ ചെറിയ സിറ്റിയാണ് ഗൈസ്. ഉണ്ട് ഈ സൂപ്പർ സിറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. നമുക്ക് കളിക്കണ്ട റൊണാൾഡോ പോയി. കളിക്കണം. നമുക്ക് ഫുട്ബോൾ കളിക്കണം ഗൈസ്. റൊണാൾഡോ ഭായ് നല്ല ഹാപ്പിയിലാട്ടോ. റൊണാൾഡോ ഭായ്ക്ക് ഫുട്ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കിൽ കൂടെ നേരെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നേരെ പോവാം ഗൈസ്. നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ സീനൊന്ന് ചെറുതായി കട്ട് ചെയ്തു. അപ്പോൾ അത് തന്നെ കാണിക്കണേ ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. റൊണാൾഡോനെ നമ്മൾ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അല്ല, നമുക്ക് എന്തെങ്കിലും പരിപാടി നോക്കാൻ വേണ്ടി പോവാം. റൊണാൾഡോനെ നമ്മൾ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല മറ്റേ ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. നമുക്ക് ഇപ്പം എങ്ങോട്ടാ പോവാ അതിൻ്റെ കാര്യം നോക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു വില്ലേജ് ഇല്ലേ? ആ വില്ലേജിൻ്റെ ഡോണിൻ്റെ ആ ഡോണിൻ്റെ അടുത്ത് വല്ല വഴിയും ചോദിച്ചു നോക്കാം. ആ ഡോൺ നമുക്ക് നമുക്ക് കുറേ പൈസ തരാണ്ട്. അപ്പോൾ നമുക്ക് ആ ഡോൺ കുറേ പൈസ ഒക്കെ തരാണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് സാവധാനം കിട്ടിയാലും മതി. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിൽ പോവാം. എന്നിട്ട് വേണം സ്റ്റേഡിയം ശരിയാക്കാൻ. എന്തെങ്കിലും വഴി നോക്കി പറ്റും.
റൊണാൾഡോ വന്നിട്ട് നമുക്ക് റൊണാൾഡോൻ്റെ കൂടെ കളിക്കണ്ടേ? നമുക്ക് നമ്മുടെ മുത്താണ് റൊണാൾഡോ. പിന്നെ നിങ്ങൾ ആരുടെ ഫാനാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മെസ്സി ഫാനാണ്, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഞാൻ മെസ്സിനെയാണ് കൂടുതൽ ഇഷ്ടം. റൊണാൾഡോനും നെയ്മറിനും ഇഷ്ടമാണ്. ഗൈസ്, നമ്മൾ സ്റ്റേഡിയം ശരിയാക്കാൻ ഡോണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഡോണിൻ്റെ അടുത്ത് വല്ല വഴിയുണ്ടോ എന്ന് പോയി ചോദിച്ചു നോക്കാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഗൈസ്, നമ്മൾ ഡോണ് നമുക്ക് പൈസയും തന്നിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ കാര്യം നമ്മളൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യം നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. അതും ബൈക്കും കൊണ്ട് മാത്രം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം, ഈ വണ്ടിയായിട്ട് വീട്ടിൽ പോവാം. എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ചാലഞ്ച് വരുന്നത് നമ്മുടെ പുതിയ വീടില്ലേ, പുതിയ വീടിൻ്റെ മുന്നിലാണ് ചാലഞ്ച് വരുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ആദ്യം ഈ കാറ് നമുക്ക് ഇവിടെ വെക്കണം, നമ്മുടെ വീട്ടിൽ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ബൈക്ക് എടുത്ത് പോവാൻ. അപ്പം നമുക്ക് വേഗം സ്പീഡിൽ പോവാം, സമയമില്ല. വൈസ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ബൈക്ക് എടുത്തിട്ട് നേരെ പോവാം, നമ്മുടെ വീട്ടിലേക്ക് പോവാം. ബൈക്ക് എടുത്തിട്ട് നമ്മൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈക്ക് എടുത്ത് പോവാം. നമ്മുടെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ബൈക്ക് നമ്മൾ എടുത്തിട്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. എന്നാലാണ് സ്റ്റേഡിയം കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കളിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നല്ല സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വീഡിയോസ് കുറവായതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും കുറവ്. അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. എന്നാലാണ് നമുക്ക് നല്ല കണ്ടൻസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, നല്ല വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കൊക്കെ കുറവുമ്പോൾ സങ്കടം തോന്നുകയാണ്, അതുകൊണ്ടാണ്. നല്ല ലൈക്ക് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഗൈസ്, നമ്മൾ ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ ചാലഞ്ച് അത്. അപ്പോൾ വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്, വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒന്നും തീരെ ടഫില്ല കേട്ടോ. ഇവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. നമുക്ക് നേരെ പോവാട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ വളക്കാം ഗൈസ്. ഇവിടെ ഒന്നും തീരെ ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ നല്ല സിമ്പിളാണ്. ഇത് നല്ല സിമ്പിളുള്ള ചാലഞ്ചാണ് കൊണ്ട് ഗൈസ്, നല്ല സിമ്പിളാണ്. നമുക്ക് അവിടെ വളക്കാം. ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ലീഫുകളാണ് പ്രശ്നം. അതിലൂടെ ലീഫ് നമ്മൾ പോയിപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് ഗൈസ്. അപ്പം നമുക്ക് വേഗം പോവാം. നമ്മളിനി ഇതും കൂടി കടക്കുക, വേഗം പോവാം. ഫുട്ബോൾ സ്റ്റേഡിയം വരണ്ടേ? നമുക്ക് എപ്പോൾ അവിടെ പോയേനെ ഗൈസ്. ഭാഗ്യത്തിന് ബ്രേക്ക് കുടിച്ചു. നമുക്ക് ഇതേനെ പോകണ്ട്. ഞാൻ ഇപ്പം ശരിക്കും അവിടെ പോകേണ്ടതാ. ഇവിടെ കുറച്ച് പണിയുണ്ടല്ലോ. ഇവിടെ ഇനിയിപ്പോൾ എന്താ, ഇത് നമുക്ക് പോയിട്ട് പോവാം. ഇത് പോയിട്ട് പോവാട്ടെ ഗൈസ്. ഇവിടെ പെട്ട ഗൈസ്, ഇവിടെ പെട്ട് തോന്നി. വേഗം പോട്ടെ. ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തേനാണ്. ഗൈസ്, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അല്ലേ ഇപ്പം പോയേനെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഗൈസ്, നമ്മളതും കടന്നിട്ടുണ്ട്. നമ്മളതൊക്കെ കടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത്. ഇതൊക്കെ നല്ല സിമ്പിളാണല്ലോ. ഇത് എന്ത് സിമ്പിളായി ചാലഞ്ചാ ഗൈസ്. ഇത് ചെയ്ത് നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം കിട്ടും. ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ. അപ്പം എങ്ങനെ നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവുകയാണാവോ? അപ്പം എങ്ങനെയാണാവോ ഉണ്ടാവുകയെന്നൊന്നും എനിക്കറിയില്ല.
നമുക്ക് നേരെ ചാലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പോലെ ഗൈസ് ഭാഗ്യത്തിന് പോയില്ല, ബ്രേക്ക് കുടിച്ചു. നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം. അത് കയ്യാറായതിൻ്റെ ഇതുകൊണ്ട് അവിടെ ഇതുകൊണ്ട് എൻ്റെ കയ്യാറായതുകൊണ്ട് അപ്പോൾ നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ് പോവാതിരുന്ന ആദ്യമായിരുന്നു. ഗൈസ് നമ്മളിതിൽ ഒരു വട്ടം കൂടി വീഴാതെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഒറ്റൊരു വട്ടം കൂടി നമ്മൾ വീണിട്ടില്ല. ഗൈസ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് ഷെയർ